നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നവാസാണ്. നവാസിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ലീഗിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കുറേ മുഖങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി CH, ആദ്യത്തെ സ്പീക്കർ CD സാഹിബ്. അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ ചരിത്രം ലീഗ് എഴുതുമ്പോൾ ആദ്യത്തെ ഒരു പേര് പ്രിയപ്പെട്ട നവാസിൻ്റേതായിരിക്കും. കാരണം ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിൻ്റെ കെ നവാസായിരിക്കും. അഭിമാന നിമിഷം നവാസിലേക്ക് എത്തിയപ്പോൾ തോന്നിയ വികാരം എന്താണ്? CD സാഹിബ് CH അതുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് CD സാഹിബ് CH ഒക്കെ ഒരു ശൂന്യതയിൽ നിന്നൊരു വലിയ ഒരു രാഷ്ട്രീയ ആശയത്തെ ഒരു പൊളിറ്റിക്കൽ ഫോമിലേക്ക് കൊണ്ടുവന്ന് ന്യൂനപക്ഷ സമുദായത്തിന് അങ്ങനെ ഉയർച്ചയിലെത്താൻ കഴിയുമെന്ന് പ്രായോഗികമായി തെളിയിച്ചതാണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള പരാജയങ്ങളൊക്കെ വന്ന് എന്തു തന്നെ വന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വോട്ടിംഗ് പവറുള്ള പാർട്ടികൾപ്പെട്ട ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ല അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമാണ്. ഇപ്പോൾ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് MLA-മാരൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജില്ലാ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇതുവരെ അതിൻ്റെ അധികാര പദവിയിൽ, അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ പ്രാവശ്യമാണ് എത്തിയത്. അതിൻ്റെ ആദ്യത്തെ ആൾ ഞാനായി എന്നുള്ളത് അതിൻ്റെ ഒരു യാദൃശ്ചികതയാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഇതുവരെ ചെയ്തു വന്നിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. വളരെ ക്ലാരിറ്റിയോട് കൂട്ടിയിട്ടുള്ള, എന്നാൽ വളരെ ഐഡിയോളജിക്കലി നല്ല കാഴ്ചപ്പാടുള്ള അതിൻ്റെ പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഒരു സ്വീകാര്യത കിട്ടി. അതനുസരിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നു. ആദ്യത്തെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ട് വിനീതൻ വന്നു. അത് ഏതായിരുന്നാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ലീഗിൻ്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ കെ നവാസിനെ മാറ്റി നിർത്തി ഒരു ചരിത്രം കോഴിക്കോട് സാധ്യമാകാത്ത തരത്തിലേക്ക് ഉള്ളൊരു പവറാണല്ലോ സത്യത്തിൽ. അത് അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അതേ അവസരം ഇതിപ്പോൾ ഒരു കെ നവാസിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ വലിയ സ്വാധീനമൊന്നും അല്ല ഇത് മുസ്ലിം ലീഗിന് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് വന്നത് വാർഡ് ശാഖാ തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെയുള്ള അതിൻ്റെ നെറ്റ്വർക്കാണ്. ഇപ്പോൾ എൻ്റെ ഒരു വിജയത്തിന് ഞാനിപ്പം പ്രധാനമായും കാണുന്നത് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, ഈ കമ്മിറ്റി നിലവിൽ വന്നതിന് ഉടനെ 4 ദിവസമായിട്ട് വയനാട്ടിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പ് എന്ന് പറയുന്നത് അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് അതുവരെ 383 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 500+ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ് റസാഖ് മാഷിലെ TT ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അത് വളരെ വാർഡ് തലത്തിലേക്ക് അത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പുറത്തൊന്നും അങ്ങനെ നിങ്ങൾ പത്രക്കാരൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അത് വാർഡ് ബൂത്ത് തലത്തിൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഒരു വളരെ കൃത്യമായ ഫോളോ അപ്പിൽ കൂടി അതെത്തി അന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കുക, കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക, 500ൻ്റെ മുകളിലേക്ക് ജനപ്രതിനിധികൾ ഉണ്ടാക്കുക. ഈ 3 കാര്യത്തിലായിരുന്നു ഫോക്കസ് ചെയ്തത്. ആ 3 കാര്യത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് കിട്ടി. 500+ എന്നുള്ളത് 497ആയി. 3ൻ്റെ കുറവേ ഉള്ളൂ. കോഴിക്കോട് കോർപ്പറേഷനിൽ ജസ്റ്റ് മിസ് ഒരു 3 ആൾ, ഒരു 3 കൂടി ജയിച്ചാൽ കിട്ടുമായിരുന്നു. അത് തന്നെ പുതിയങ്ങാടി SV ഷൗലിക്ക് 63 വോട്ടിന്, അതുപോലെ തന്നെ പന്നിയങ്കര അർഷൽ അഹമ്മദ് ഒരു 100 സംതിങ് വോട്ടിന്, ചെറിയ വോട്ടിന് 200 സംതിങ് വോട്ടിനാണ് കോർപ്പറേഷൻ ഭരണം പോയത്. എന്ന് പറഞ്ഞാൽ ജില്ലാ മുസ്ലിം കപ്പിനും ഇടയിലാണ് കോർപ്പറേഷൻ പോയത്. എന്നാലും സ്റ്റാൻഡിങ് കമ്മിറ്റിയൊക്കെ ഉണ്ട്, നല്ല പ്രതിപക്ഷമായിട്ട് അവിടെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഏകപക്ഷീയമായിട്ടുള്ള ധാർഷ്ട്യത്തോടുള്ള ഭരണം CPM നടത്താൻ കഴിയില്ല. പ്രതിപക്ഷത്തിൻ്റെയും ലീഗിൻ്റെയും പിന്തുണ ഉണ്ടെങ്കിലേ ഒരു അജണ്ടയും അവിടെ നടപ്പിലാക്കാൻ പറ്റുമെന്നൊരു സ്ഥിതി വന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നാൽ, നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ
ഇത് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മൂവാണ് എൻ്റെയും ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കിയത്. നവാസ് MSF-ലൂടെ വന്ന് യൂത്ത് ലീഗിലൂടെ വന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയായി. പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സമയത്ത് പോലും മത്സര രംഗത്തേക്ക് കടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് പാർലമെൻ്ററി രംഗത്തേക്ക് വന്നത്, അതും ജില്ലാ പഞ്ചായത്തിലേക്ക്. ഇതുവരെ മാറി നിന്ന് ഇപ്പോൾ മത്സരരംഗത്തേക്ക് വരാം എന്ന് കരുതിയത് എന്താണ്? അത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനമാണ്, സംഘടന ചലിപ്പിക്കലാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിനേക്കാൾ കഴിവ് അതിലായിരിക്കും. എൻ്റെ ഒരു ഞാനിപ്പോൾ ഒരു 95 മുതൽ MSF-ൽ വളരെ സജീവമായിട്ട് വന്ന ആളാണ്. 95 മുതൽ ഞാൻ വാണിയമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. അത് വന്ന് 95 മുതൽ 2009 വരെ MSF-ലായിരുന്നു. MSF-ൻ്റെ ശാഖ മുതൽ സംസ്ഥാനം വരെയുള്ള പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടാണ് MSF ഞാൻ പിരിയുന്നത്. അത് MSF കഴിഞ്ഞ് നേരെ വാണിയമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 6.5 വർഷം. അത് ഡയറക്റ്റ് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയി. അത് ബഹുമാനിയായ P. തർവയാജി പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട്. അന്നെല്ലാവരും ഇങ്ങനെ തർവയാജി ഞാനായിട്ട് 50 വയസ്സിൻ്റെ വ്യത്യാസമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കളരിയിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസമായിരുന്നു തർവയാജിയായിട്ടുള്ള കൂടെ വർക്ക് ചെയ്യുക. അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രൂപമായിരുന്നു അത്. അത് വളരെ എനിക്ക് ഇപ്പോൾ അത് ഉപകാരമാണ്. 6.5 വർഷം ഞാൻ വാണിയമ്പലം പഞ്ചായത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആകുന്നത്. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ആയി. അപ്പോൾ എനിക്ക് സംഘടനാ വർക്കായിരുന്നു എൻ്റെ ഒരു രീതി. ഈ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഒരു വ്യക്തമായൊരു പൊളിറ്റിക്കൽ അജണ്ട, അതായത് ഓരോ അധികാരത്തിൽ നമ്മൾ എത്തണമെന്നും, അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ച് ലീഗിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അതായത് നാടിൻ്റെ സേവനം അതുപോലെ വികസന കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അത് നിർവഹിക്കാൻ ജില്ലാ ലീഗ് കമ്മിറ്റി എന്നെയാണ് അതിന് തീരുമാനിച്ചത്. അപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ മത്സര രംഗത്തേക്ക് വരുന്നത്. ഈ നാദാപുരം ഡിവിഷനിലെ മത്സര സമയത്ത് ഒരു ചാനൽ അഭിമുഖത്തിൽ നവാസ് തന്നെ പറയുന്നത് കേട്ടു, ഞാൻ വളരെ ആസ്വദിച്ചിട്ടാണ് ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. മറുപുറത്ത് LDF-ൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയെങ്കിലും നാദാപുരം ഡിവിഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ സജീവമായി ഒരു സക്രിയ സാന്നിധ്യമായിട്ടുണ്ട്. ഇപ്പോൾ നവാസ് പറഞ്ഞത്, ഞാൻ വളരെ ആസ്വദിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം 6000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. അത് രണ്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നവാസ് പറഞ്ഞ ആസ്വാദനത്തിന് ഒരു നല്ലൊരു മധുരം കിട്ടുന്നില്ല. ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് പല ടെൻഷനുണ്ടാകും. ഒന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ, മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ, അതിൻ്റെ പ്രചരണം, പിന്നെ അതിൻ്റെ കമ്മിറ്റി സെറ്റപ്പുകളൊക്കെ. ഇതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി, ബഹുമാന്യനായ ബംഗ്ലത്തിൻ്റെയും അതുപോലെ RK മൂസ മാഷ നേതൃത്വ കമ്മിറ്റി വളരെ സിസ്റ്റമാറ്റിക്കായി ഇലക്ഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ അണിയറ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം, പാർട്ടി സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത് ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴുള്ളതാണ്. എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും എനിക്ക് നല്ല പിന്തുണയാണ് കിട്ടിയത്. അതിൽ എനിക്കത് ഏറ്റവും വലിയൊരു ധൈര്യം ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ പറയുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും എനിക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും നേരിട്ടും അല്ലാതെയും കൃത്യമായിട്ടുള്ള പിന്തുണ എനിക്ക് ആത്മാർത്ഥമായി കിട്ടിയിരുന്നു. ഒരു പുതിയ ജനറേഷൻ അവർ നന്നായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് LDF കാൻഡിഡേറ്റ് അത്ര മോശക്കാരനൊന്നുമല്ല, നല്ലൊരു മാന്യനാണ്, നല്ലൊരു വിദ്യാർത്ഥി നേതാവാണ്, ഞാനുമായിട്ട് അടുത്താണെങ്കിലും നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. പക്ഷേ യങ് ജനറേഷൻ എന്നോട് നന്നായി സഹായിച്ചു. ഞാൻ കോളേജുകളിൽ പോയിരുന്നു, കോളേജ് കുട്ടികളെ കണ്ടിരുന്നു, അവരൊക്കെ നല്ല രീതിയിലാണ് എന്നോട്
സമീപിച്ചത്. അത് വോട്ടായി മാറി. അത് വോട്ടായി മാറി. ഞങ്ങളതൊരു 8,000-ൻ്റെ 9,000 അങ്ങനെയാണ് ഞങ്ങളൊരു മാർജിൻ അങ്ങനെ ഉണ്ടാവല്ലോ മുൻകൂട്ടി കണ്ടത്. അത് പിന്നീട് അതിന്റെ ഇരട്ടിയിലധികം വോട്ട്. 16,000 സംതിങ് വോട്ടിലേക്ക് അത് ഭൂരിപക്ഷമായിട്ട് വന്നു. ഒരിക്കലും ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. നാദാപുരം ഡിവിഷനിലെ പല വാർഡുകളിലും വാർഡുകളിലെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ ബ്ലോക്കിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ നല്ല വോട്ട് ഭൂരിപക്ഷം നവാസിന് കിട്ടിയിട്ടുണ്ട്. നവാസ് എന്ന ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾ നെഞ്ചേറ്റി എന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ നല്ലൊരു പിന്തുണ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിച്ച ധാരാളം കുട്ടികളുണ്ട്. അവരൊക്കെ നല്ല ഒരു ടീമായിട്ട്, എന്നാലൊരു ഓർഗനൈസ്ഡ് അല്ലെങ്കിലും ഒരു നെറ്റ്വർക്കായിട്ട് അവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയ വലിയൊരു പിന്തുണയാണ്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അതിൽ ഒരു 20-25% LDF ഫാമിലിയുള്ളതൊക്കെ ആയിരിക്കും ഒന്ന്. പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഇത് പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കുള്ള വോട്ടൊക്കെ കുറേയൊക്കെ പേഴ്സണലായിട്ട് വരും. എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് കുറച്ച് പൊളിറ്റിക്കൽ വോട്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് കേരള ഭരണത്തോടുള്ള ശക്തമായ പ്രതിഷേധം കൂടി വോട്ടും കൂടി അതിലുണ്ട്. ഞങ്ങളത് വിലയിരുത്തിയിട്ടുണ്ട്. ഈ സർക്കാരിനെതിരായിട്ടുള്ള നല്ല ഒരു ജനവിധി അത് ജില്ലാ പഞ്ചായത്തിലെ വോട്ടിങ്ങിൽ അത് നന്നായിട്ട് കാണുന്നുണ്ട്. LDFന് ഭൂരിപക്ഷം വരേണ്ടിടത്ത് പോലും UDF മുന്നിലെത്തിയതിൻ്റെ കാരണം അതാണ്. ഒന്ന്, ഒരു പൊളിറ്റിക്കൽ കാരണം അതാണ്. പിന്നെ പേഴ്സണലായിട്ടൊരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് അത് കുറച്ചങ്ങനെ വന്നിട്ടുണ്ടാകാം. നവാസ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ട് ലഭിക്കുക, നവാസ് എന്നുള്ള ഒരു വ്യക്തിത്വത്തെ സ്വാഭാവികമായും നവാസ് അംഗീകരിച്ചില്ലെങ്കിലും ആ വ്യക്തിത്വം വോട്ടായി മാറുന്നു. അപ്പോൾ നവാസിൽ നിന്നും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ അമിതമായി പ്രതീക്ഷിക്കുന്നുണ്ട്. നവാസിൻ്റെ ഭരണം, വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു അമിതമായ ഒരു പ്രതീക്ഷ നവാസിന് ഭയം സൃഷ്ടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നുണ്ടോ? അത് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. ഇപ്പം ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് കൈവെക്കാൻ പറ്റുന്ന മേഖലകൾ വ്യത്യസ്തമാണ്. ഇപ്പം ഗ്രാമപഞ്ചായത്ത് പോലെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പോലെ ആയിരിക്കില്ല. അതിന് വ്യത്യസ്ത മേഖലകളുണ്ടാകും. ആ മേഖലയിൽ നമ്മൾ പരമാവധി നമ്മുടെ ഡിവിഷനിലേക്ക് പ്രത്യേകിച്ചും ജില്ലയിലും കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ ഗ്രാമപഞ്ചായത്ത് പോലെ ഉള്ള ഒരു അധികാര ശ്രേണിയല്ല ജില്ലാ പഞ്ചായത്ത്. അത് വേറെ തന്നെ ഒരു തലമാണ്. അതേ അവസരം സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയും. ഇപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെയും അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ കമ്പയർ ചെയ്താൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളും കേരളത്തിൽ മൊത്തം വലിയ പദ്ധതികളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിജയപേരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്നാണ്. അതേപോലെ അക്ഷയ പദ്ധതി ശരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്നൊരു പരിപാടി. അതാണ് ഇന്നത് സംസ്ഥാനത്തിലെ ഗവൺമെൻറ് ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും വന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കുട്ടി പോലീസ് അടക്കമുള്ള സംവിധാനം സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കൊണ്ടുവന്ന ചെറിയ ഒരു പോർഷനിൽ തുടങ്ങുന്ന പ്രോഗ്രാമുകളാണ്. ശരി. അപ്പോൾ അതുപോലെയുള്ള ഒരു പരിപാടി നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലെ എല്ലാ കാര്യം ഞാൻ രാഷ്ട്രീയമല്ലാതെ ക്ഷമിക്കുകയല്ല. അതേസമയം ജില്ലാ പഞ്ചായത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ സ്നേഹസ്പർശം അത് കഴിഞ്ഞ ജമീലക്കാരത്തിൽ പ്രസിഡൻ്റായ സമയത്ത് കൊണ്ടുവന്നതാണ്. അത് നല്ല പദ്ധതിയാണ്. ഒരുപാട് രോഗികൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിനെ ഒന്നുകൂടി ഞങ്ങളത് ശക്തിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൂടി കിട്ടുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ തുടരുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പദ്ധതി ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് മാത്രമുള്ള പല പ്രോജക്റ്റുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും LDFിനുണ്ട്. അതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. ഒരു പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള സംഗതിക്ക് അവസാനിപ്പിക്കുകയും ചെയ്യും. അതേസമയം പൊതുസമൂഹത്തിന് സ്നേഹസ്പർശം പോലെയുള്ള പൊതുസമൂഹത്തിന് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ അന്ന് ശക്തിപ്പെടുത്തി തുടരുകയും ചെയ്യും. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഈഗോ ഇല്ല. CPM അല്ലെങ്കിൽ LDF തുടങ്ങിയതിൽ അത് പറ്റില്ല എന്നുള്ള ഈഗോ ഒന്നുമില്ല. നല്ല കാര്യങ്ങൾ തുടരും. രാഷ്ട്രീയ അതിപ്രസരണ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് UDFന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 20 വർഷത്തോളം UDF ഭരിച്ച, മുസ്ലിം ലീഗ് തനിച്ച് ഭരിച്ച വാണിമേൽ ഗ്രാമപഞ്ചായത്ത് 20 വർഷത്തിന് ശേഷം
ഇപ്പോൾ നഷ്ടമായി. CPM കേന്ദ്രങ്ങൾ വളരെ വലുതായി അത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ജില്ലാ പഞ്ചായത്ത് ലഭിക്കുന്നു, മറുഭാഗത്ത് തൻ്റെ സ്വന്തം ഗ്രാമപഞ്ചായത്ത് നഷ്ടപ്പെടുന്നു. ആ സുഖവും ദുഃഖവും ഒന്നിച്ചു വരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക്, ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഉണ്ടായ ഫീലിംഗ് ഉണ്ട്. വാണിമേൽ പഞ്ചായത്ത് UDF നഷ്ടപ്പെട്ടത് അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ജില്ലാ പഞ്ചായത്തും അതുപോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു വളരെ വേദന ഉണ്ടാക്കിയ കാര്യമാണ് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെട്ടത്. പക്ഷെ അത് നഷ്ടപ്പെടുമ്പോൾ ചർച്ച ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അതെൻ്റെ മുന്നണിയിൽ പോലും അതത്ര വേണ്ടത്ര ചർച്ചയായിട്ടില്ല. ഒന്ന്, വാണിമേൽ പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനം. അതൊരു വളരെ എന്താ പറയുക, അശാസ്ത്രീയം എന്ന് മാത്രം പറഞ്ഞ പോലെ വളരെ അനീതിയുള്ളൊരു വാർഡ് വിഭജനമായിരുന്നു. UDF 1600 വോട്ട് ചില വാർഡുകളിലുണ്ട്, LDF 800 വോട്ടുള്ളതുമുണ്ട്. 800 ആളെ പ്രതിനിധിക്കാൻ LDF ഒരാൾ, 1600 ആളെ പ്രതിനിധിക്കാൻ UDF ഒരാൾ. വ്യക്തമായിട്ടുള്ള ചട്ടലംഘനമൊക്കെ അതിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ട് കൊണ്ടുവരാൻ UDF കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ CPM നേതൃത്വത്തിൽ ഈ ഒരു തരത്തിലുള്ള വാർഡ് വിഭജനം നടത്തിയത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അതിലൊരു പ്രശ്നം, കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈ രീതിയിലാണ് CPM വാർഡ് വിഭജനം നടത്തിയത്. നാദാപുരത്ത് നടത്തി, തൂണേരി നടത്തിയിട്ടുണ്ട്, പുറമേരി നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നാദാപുരത്തൊക്കെ 4 സീറ്റ് അധികം പിടിച്ചാണ്, പുറമേരി തിരിച്ചു പിടിച്ചാണ്, തൂണേരി നിലനിർത്തുകയാണ്. വാണിമേൽ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്. അതിൽ നിങ്ങളത് ജനറലായിട്ട് നോക്കുമ്പോൾ പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ വിഷയം വാണിമേലിൻ്റെ ജിയോഗ്രഫിക്കലും ഡെമോഗ്രഫിയായിട്ട് ചില വ്യത്യാസമുണ്ട്. വാണിമേൽ പാലം മുതൽ ഒരു പരപ്പുറ കഴിയുന്നത് വരെ UDF സ്ട്രോങ് ബെൽറ്റാണ്. അത് നോക്കിയാൽ മതി. LDF വോട്ടേ ഉണ്ടോ, നാമാത്ര വോട്ടേ ഉള്ളൂ. വെള്ളിയോട് അങ്ങോട്ട് UDF അത് അങ്ങനെ ചിറ്റാരി മുതൽ അങ്ങോട്ട് വേറെ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്തും കാണാത്ത ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള ഡിഫറൻസും ഡെമോഗ്രഫിയിലും നല്ല വ്യത്യാസം വാണിമേലുണ്ട്. അത് ഇസ്മായിൽ അറിയായിരിക്കും. അതിൽ ഇവിടെ അങ്ങനെ വിഭജിച്ച് വഷളാക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നാദാപുരം തൂണേരിയും ഒക്കെ മിക്സിങ് ആയിട്ടാണ് എല്ലാ ആളുകളും ഉള്ളത്. അപ്പോൾ അവിടെ നടത്തുമ്പോൾ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമൊന്നുമല്ല, കൈകാര്യം ചെയ്യാം. പിന്നെ ഒരു സംഗതി ഞാൻ മറച്ചു വെക്കുന്നില്ല, ഇപ്പം നാദാപുരം തൂണേരിയൊക്കെ നടന്ന പോലെയുള്ള അതിനെ കവർ ചെയ്യാനുള്ള വർക്ക് വാണിമേൽ UDF നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ്. അത് ശരിക്കും തൂണേരിയും നാദാപുരവും വാർഡ് വിഭജനം നടത്തിയത് ഇങ്ങനെയാണ് നടത്തിയതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവിടുത്തെ UDF കഴിഞ്ഞു. വാണിമേലിൽ ചർച്ചയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വേറെയായിരുന്നു ചർച്ച. ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് ഇതിൻ്റെ ഒരു കാരണം. ഒന്ന്, അതിപ്പോൾ ഞാൻ ഇപ്പോൾ വാണിമേലിലെ വാർഡ് വിഭജനത്തിൻ്റെ ഗൗരവം ഇസ്മായിലിൻ്റെ ജനറലായിട്ടാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാകത്തെന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിക്കേണ്ടത് ഞങ്ങളായിരുന്നു. ഞങ്ങളത് അവതരിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല. ഒരേ പറമ്പിൽ 4 വീടുണ്ടെങ്കിൽ 2 വീട് അപ്പുറത്തെ വാർഡ് തികച്ചു വേറൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞതാ. ഇത് തികച്ചൊരു കമ്മ്യൂണലായിട്ടാണ് ഈ വിഭജനം നടത്തിയതെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിനെ എല്ലാം നിഷേധിക്കാനും നമുക്ക് കഴിയില്ല. ആ ഒരു തലത്തിലേക്ക് വരെ കൊണ്ട്. പക്ഷേ ഇത് ജനങ്ങളറിയില്ല എന്ന് വെച്ചാൽ UDF പോലും ഇതറിയില്ല. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ ജനവിധി ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ബോധ്യപ്പെടുത്തുന്നതിൽ UDF നല്ല പരാജയം സംഭവിച്ചു. UDF പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ LDF ഇത് ഭയങ്കര വിജയമാണെന്ന് പറയാമെന്ന് കഴിയില്ല. ഞാൻ പറയാം. ഇപ്പോൾ 14-ാം വാർഡാണ്. 14-ാം വാർഡിൽ നിങ്ങൾ നോക്കിയാൽ മതി. ജില്ലാ പഞ്ചായത്തിൽ എനിക്ക് 49 വോട്ടാണ് 14-ാം വാർഡിൽ ലീഡുള്ളത്. ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥിക്ക് 40, 49 തന്നെ കൂട്ടിക്കോ. എന്ന് പറഞ്ഞാൽ UDF ലീഡുള്ളത് 49 വോട്ടാണ്. അവിടെയാണ് ഒരു വോട്ടിന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിക്കുക. ആ ഒരു വോട്ടിന് ജയിക്കുന്നതാണ്. ഒരു വോട്ടിൻ്റെ പോസ്റ്റൽ വോട്ട് അയച്ചല്ല അശ്രദ്ധ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് അയച്ച ചെയ്ത വോട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ കൗണ്ടിങ് സെൻറ്ററിലേക്കാണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഈക്വലാണ് അവിടെ.
ഈക്വൽ സാധനമാണ്. ജയിച്ചെന്ന് പറയാം. അതുകൊണ്ടാണ് ടൈ ഒഴിവായത്. ജാഗ്രത കുറവല്ലേ അവിടെ സംഭവിച്ച ഒരു പോസ്റ്റൽ വോട്ട് പോലും ഒരു നിസ്സാരമായി അതിൽ സമീപിച്ചു അത് എന്നുള്ളത് നേരത്തെ നവാസ് പറഞ്ഞ ഈ വാർഡ് വിഭജനം പോലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിനെ പോലെ തന്നെ ഒരു ഗുരുതരമായ വീഴ്ചയല്ലേ ഇത്? അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഇനി അത് വോട്ട് നേരിട്ട് അയച്ചതാണോ എന്നുള്ള അറിയില്ലല്ലോ. നേരിട്ട് അയച്ചതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേ അവസരം അത് പിന്നെ സ്ഥാനാർത്ഥിൻ്റെ അടുത്തോ അല്ലെങ്കിൽ UDF വർഗത്തോ കൊടുത്തിട്ട് അയച്ചതാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയായിരിക്കാം. എന്നാലും ഈ വോട്ടിൻ്റെ കാര്യം സ്വകാര്യത ഉണ്ടല്ലോ, അത് പിന്നെ കവറ് പിന്നെ ഒട്ടിച്ച് കൊടുക്കുന്ന സംഗതി ആരും പൊളിച്ചു നോക്കില്ലല്ലോ. അത് വോട്ടറിൽ തന്നെ വന്ന ഒരു പിന്നെ അശ്രദ്ധയായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സമാധാനത്തിനെങ്കിലും അങ്ങനെ ചിന്തിക്കാനാണ് ഒരു ലീഡർ എന്നുള്ള നിലക്ക് ആ നിങ്ങളും ഇഷ്ടപ്പെടുന്നത്. നമ്മളത് പിന്നെ അതിൻ്റെ ആ ഒരു റൈറ്റ് വേയിലാണല്ലോ നമ്മളതിനെപ്പറ്റി ആലോചിക്കണം. നമ്മളതിൻ്റെ ഒരു നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട കാര്യമില്ല എന്നാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ് 3 ടേം. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അത് നവാസിനെ പോലെയുള്ള ആളുകൾ പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് കേരളത്തിലെ മുസ്ലിം ലീഗ് അത് വലിയ ഒരു ചരിത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ഞങ്ങളിപ്പോൾ നോക്കി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ ഞങ്ങളുടെ കൂടെ MSF യൂത്തിലേക്കുള്ള പുതിയ ജനറേഷൻ നന്നായി വന്നിട്ടുണ്ട്, ഗംഭീരം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പല സീറ്റ് പിടിച്ചെടുക്കാൻ പുതിയ ജനറേഷന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഒരു 30 ബിലോ വോട്ടേഴ്സ് പൊളിറ്റിക്സൊക്കെ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലൊക്കെ അവർ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. എനിക്ക് ബോധ്യമായ സംഗതിയാണ്. കാരണം LDF മഹാഭൂരിപക്ഷം ജയിക്കുന്ന സ്ഥലത്ത് UDFൻ്റെ പിന്നെ യങ്ങർ ജനറേഷനിൽ വരുന്ന സ്ഥാനാർത്ഥികൾ നിഷ്പ്രയാസം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമീപനമുണ്ട്. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ഒരു സ്റ്റാൻഡ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സ്റ്റാൻഡ്, അത് പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഉള്ളിയേരി ഡിവിഷനിൽ ഉള്ള സ്ഥാനാർത്ഥി ശരിക്ക് 4300 വോട്ട് LDFന് ലീഡുള്ള മണ്ഡലമാണ്, ഡിവിഷനാണ്. 1200 പരം വോട്ടിന് ജയിക്കുകയാണ്. അത് മേപ്പയ്യൂർ ഡിവിഷനിൽ ഉള്ള സ്ഥാനാർത്ഥി അവിടെ 2500 വോട്ടിന് ഏത് കൊടുങ്കാറ്റ് വന്നാലും LDF ജയിക്കേണ്ടതാണ്. 3000 വോട്ടിനാണ് UDF ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ജനങ്ങളും വിലയിരുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ് പൊതുസമൂഹമാണ് അത് ഏറ്റവും കൂടുതലായി ഏറ്റെടുത്തതെന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. നാദാപുരം ഡിവിഷനിൽ പുതുമുഖമായി പാർലമെൻറ്റ് രംഗത്തേക്ക് വരുന്ന നവാസിനെ പരിഗണിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ തത്വത്തിലെടുത്തപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നവാസ് തന്നെ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ബംഗ്ലത്ത് മുഹമ്മദ് സൂപ്പിനെരിക്കാട്ടേരിയോ അഹമ്മദ് പുന്നക്കലോ നാദാപുരം ഡിവിഷനിൽ മത്സരിക്കുന്നതാണെങ്കിൽ ഞാൻ മത്സരരംഗത്ത് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് ജില്ലാ കമ്മിറ്റിയിൽ നവാസ് സംസാരിച്ചു എന്നുള്ളത് മാധ്യമപ്രവർത്തകരിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ ലീഡേഴ്സ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാറാമെന്നുള്ളത് സാധാരണ രാഷ്ട്രീയത്തിലൊന്നും കേൾക്കാത്ത ഒരു ഡയലോഗാണത്. എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു അല്ല, അതിപ്പോൾ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഈ യോഗങ്ങളിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയാമല്ലോ. അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പം നമുക്ക് പുറത്ത് പറയാനൊന്നും കഴിയില്ല. അതേസമയം എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം നാദാപുരം പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു ലീഡർഷിപ്പ് വളരെ പ്രധാനമാണ്. അതിപ്പോൾ UDFലാണെങ്കിലും LDFലാണെങ്കിലും. ഞാനൊരു ഇതിൻ്റെ ഭാഗമല്ലെങ്കിൽ ഒരു കാര്യം പറയാം. നാദാപുരത്തിൻ്റെ കഴിഞ്ഞ ചരിത്രം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഭീതിപ്പെടുന്നൊരു ചരിത്രമായിരുന്നല്ലോ. ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചെറിയ കാരണങ്ങളാണ് വലിയ സംഘർഷങ്ങളായിട്ട് വന്നത്. അന്ന് വന്ന പോലെയുള്ള കാരണങ്ങൾ പലതും പിന്നീട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോലെ അതിനേക്കാൾ വലിയ കലാപമുണ്ടായിട്ട് കാരണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാരണങ്ങൾ വരുമ്പോഴെല്ലാം ലീഡർഷിപ്പ് CPMൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ലീഡർഷിപ്പ്, ഈവൻ BJP അടക്കം ലീഡർഷിപ്പ്, അത് വളരെ പെട്ടെന്ന് ഇടപെട്ട് അതങ്ങ് പരിഹരിച്ച കളയലാണ്. നാദാപുരത്ത് എനിക്ക് തോന്നുന്നു മറ്റ് ഭാഗങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു ലോക്കൽ ലീഡർഷിപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നാദാപുരത്ത് സമാധാനം ഉണ്ടാക്കുന്ന കാര്യത്തിലും പൊളിറ്റിക്കലായി ലീഡ് ചെയ്യുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ലീഡർഷിപ്പ് വരാൻ
അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെ ലീഡർഷിപ്പിനെ ഒരു പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്ഥാനത്തിരുത്തിയിലൂടെ നിർത്തിയിട്ട് പിന്നെ ചെയ്യണമെന്ന് നേതൃത്വത്തിന് താല്പര്യമുണ്ടെങ്കിൽ ആ ലെവലിലാണ് വേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ആ കാര്യത്തിൽ ഞാൻ. അപ്പോൾ ഇത് യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം വേണ്ട എന്നുള്ളതല്ല, ഇവിടുത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ലോക്കൽ ലീഡർഷിപ്പിന് പ്രാതിനിധ്യം കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. സാധാരണ എനിക്ക് സീറ്റ് കിട്ടണം, ഞാൻ മത്സരിക്കണം, അതിനുവേണ്ടി നേതാക്കളെ കാണുന്നു, പണക്കാട് പോകുന്നു, ജില്ലാ കമ്മിറ്റിയെ കാണുന്നു. ആ സമീപനമാണ് സാധാരണ സ്വീകരിക്കാറ്. പക്ഷെ നവാസ് ലീഗിൻ്റെ കമ്മിറ്റിയിൽ, പ്രത്യേകിച്ച് നവാസ് ജില്ലാ ലീഗിൻ്റെ സെക്രട്ടറി കൂടിയാണ്, ആ വേദിയിലാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് നവാസിനെ പറ്റി മതിപ്പ് കൂടുകയാണ് ഉണ്ടായത്. അതായത് ലീഗിലിപ്പോൾ എല്ലാം ലീഗിൽ നിന്നല്ല ഒരു പാർട്ടിയിലും ചോദിച്ചാലേ കിട്ടൂ എന്നുള്ള സംഗതിയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്കത് വളരെ മാന്യമായിട്ടാണ് എന്നെ പാർട്ടി തീരുമാനിച്ചതും പിന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിക്കുന്നത്. രണ്ടും ഈ നവാസിനേക്കാൾ താല്പര്യം നവാസിൻ്റെ കൂടെയുള്ള നേതാക്കൾക്കാണ് നവാസ് ഈ സ്ഥാനത്ത്. അങ്ങനെയായിരുന്നു. ഞാനതിൽ വലിയ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റോട് കൂടി ആളുകൾ അങ്ങനെ സമീപിച്ചിട്ടില്ല. പാർട്ടി തീരുമാനിച്ചു, ഞാനത് അംഗീകരിച്ചു എന്ന് പറയലാണ് അതിൻ്റെ ഏറ്റവും ശരി. എന്ന് വെച്ച് ഇത് വേണ്ടാന്നുള്ള അഭിപ്രായം അങ്ങനെയൊന്നുമല്ല. എന്നേക്കാൾ പിന്നെ പരിഗണന കൊടുക്കേണ്ട ആളുകളുണ്ട്, അവർക്ക് കൊടുക്കണം, അതാണ് നല്ലതെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചു, ഞാനത് അംഗീകരിച്ചു. പക്ഷേ ഒരു സംഗതി, ഇപ്പോൾ ഈ രാഷ്ട്രീയ രീതിയിലൊക്കെ പറയുന്ന പോലെ നേതാക്കന്മാരെ കണ്ട് അല്ലെങ്കിൽ അവരുടെ കാല് പിടിച്ച് അങ്ങനെയുള്ള സമീപനം ഉണ്ടല്ലോ, എൻ്റെ കാര്യത്തിൽ അതുണ്ടായിട്ടേ ഇല്ല. അത് ആ ഒരു പിന്നെ രീതി മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പും അംഗീകരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. കാരണം എന്താ അറിയാമോ, അങ്ങനെ പോകുന്നവർക്കെല്ലാം കൊടുക്കുകയും പോകാത്തവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ അനുഭവമാണല്ലോ. ഇപ്പം എൻ്റെ അനുഭവത്തിൽ പിന്നെ ഞാനൊരു ഘടകയല്ല, ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയോ എന്നല്ലെങ്കിൽ ഞാൻ പോയിട്ട് കണ്ടിട്ട് ഇതാക്കലോ അതൊന്നുമല്ല. എന്ന് വെച്ചാൽ അത് അഹങ്കാരം കൊണ്ടല്ല, അതിൻ്റെ ഒരു ആവശ്യം ലീഗിലില്ലായിരുന്നു. പിന്നെ ലീഡർഷിപ്പ് അത് വളരെ തീരുമാനിപ്പോൾ പിന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലി സാഹിബൊക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കാര്യത്തിൽ എന്നെയാണ് അവർ, പിന്നെ ഞാൻ പോയി ആവശ്യപ്പെട്ടൊന്നുമില്ല, എന്നെ അവർ തീരുമാനിച്ച് അറിയിക്കുകയായിരുന്നു. അതുപോലെ ജില്ലാ മുസ്ലിം ലീഗ്, ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ MC മാനാജി, പാറക്കൽ, CP ചെറിയ മുഹമ്മദ്, അതുപോലെ UC ഷാഫി ചാലിയം, പിന്നെ ഇവരൊക്കെ പിന്നെ കോഴിക്കോട് ജില്ലയിലെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പാണ്. അവരും ജില്ലാ ലീഗിൻ്റെ റസാഖ് മാഷു, ടിറ്റിസ്മാർക്കൊക്കെ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും സ്റ്റേറ്റ് ലീഡർഷിപ്പൊക്കെ അതിൽ ഒരൊറ്റ തീരുമാനത്തിലേക്ക് വന്നു. ആ തീരുമാനത്തിൽ വരുന്നതിൽ എൻ്റെ ഒരു മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. അത് പാർട്ടിയിൽ അവർ തീരുമാനിച്ചു, ഞാനത് അംഗീകരിച്ചു, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി. ഇപ്പോൾ അതിൻ്റെ വർക്കിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. പാർട്ടിയിലെ താഴെക്കടയിലുള്ള ആളുകളുമായിട്ടും നേതാക്കളുമായിട്ടും സഹപ്രവർത്തകരായിട്ടും MSF, യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ്, ആ കാലഘട്ടത്തിലൊക്കെ ആളുകളായിട്ട് വളരെ നല്ല രീതിയിൽ പെരുമാറാനും ഇടപെടാനും നവാസിന് കഴിയുന്നുണ്ട്. അതോടൊപ്പം നവാസ് മുസ്ലിം ലീഗിൻ്റെ മാണിമേൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയ സമയത്തൊക്കെ കർക്കശക്കാരനായ ഒരു ലീഡർഷിപ്പിലേക്ക് നവാസ് വന്നിട്ടുമുണ്ട്. ഒരേ സമയം ആളുകളോട് നന്നായി പെരുമാറുമ്പോൾ തന്നെ ഒരു ലീഡർഷിപ്പിലെത്തുമ്പോൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പാർട്ടീനൊക്കെ ലീഡർഷിപ്പിലെത്തുമ്പോൾ നല്ല കർക്കശക്കാരനായി വന്നതായിട്ട് അണികൾ തന്നെ പറയുന്നുണ്ട്. ഒരേ സമയം ഇങ്ങനെ ആളുകളുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുക, പാർട്ടിയിൽ എത്തുമ്പോൾ ഒരു ഉറച്ച പാർട്ടിക്കാരനായിട്ട് മാറുന്നു. നവാസിനെ പറ്റി നേതാക്കളും പ്രവർത്തകരൊക്കെ പറയുന്ന ഒരു ഉറച്ച പാർട്ടിക്കാരനാണ്. ഈ ഉറച്ച പാർട്ടിക്കാരനായിരിക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റും ഒരു പൊളിറ്റിക്കൽ ട്രിക്കും നവാസിൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതെങ്ങനെയാണ് ഇങ്ങനെ മാനേജ് ചെയ്യുന്നത്? അതൊരു പൊളിറ്റിക്കൽ ട്രിക്കല്ല. അതിപ്പോൾ നല്ല പാർട്ടിക്കാരനാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പറയാം, ഇപ്പോൾ നല്ല ലീഗുകാരനാണ്, ഒരു നല്ല ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനേ കഴിയും. ലീഗിൻ്റെ ഒരു ആശയം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 95 മുതൽ MSF കൂടി വന്ന് 2009 വരെ 14 വർഷം ഞാൻ ശാഖ, പഞ്ചായത്ത്, മണ്ഡലം, ജില്ല, സ്റ്റേറ്റ് കമ്മിറ്റി വരെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല ലിങ്കുണ്ട്.
പിന്നെ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അതിന് വേറൊരു സ്ഥലമാണല്ലോ. ഒരു പാർട്ടി സംവിധാനം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരും. ആ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് എനിക്ക് തോന്നുന്നത് ബന്ധം കൂടുക ചെയ്യുക. പിന്നെ അത് കുറച്ചാളുകൾക്ക് ചിലപ്പോൾ ഒരു പിന്നെ വിഷയം ഉണ്ടാകാം. പക്ഷേ ആ വിഷയത്തെ നമ്മൾ നോക്കിയിട്ട് സ്റ്റാൻഡ് അല്ലെങ്കിൽ നിലപാട് മാറ്റി നോക്കിയാൽ നമുക്കത് അങ്ങോട്ട് കൊണ്ടുവരാവില്ല. ഇപ്പോൾ ഞാനിപ്പോൾ പറയാം, ഞാനിപ്പോൾ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ MSF ആദ്യം എടുത്ത സ്റ്റാൻഡ് എന്താണോ അതേ സ്റ്റാൻഡിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ആദ്യം എടുത്ത നിലപാട് എനിക്ക് ഇപ്പോൾ തള്ളി പറയേണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അന്നെടുത്ത് ശരിയല്ലേനും. പിന്നെ അഭിപ്രായം പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പിന്നെ നിലപാടെടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. നിലപാടും അഭിപ്രായം രാഷ്ട്രീയത്തിലെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് ഞാൻ എടുക്കാറുള്ളൂ. വ്യക്തികൾക്കനുസരിച്ച് നിലപാട് അങ്ങനെ മാറ്റാറില്ല. ആ ഒരു ലൈനിൽ പോയാൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ്. പിന്നെ ആളുകളുമായിട്ടുള്ള നമ്മളേറ്റാത്തൊരു ഇവിടെ കൊട്ടാരത്തിൽ ജനിച്ച ആളൊന്നുമല്ല. നമ്മൾ വളരെ സാധാരണക്കാരായിരുന്നു. സാധാരണക്കാരുടെ ഫീലിങ്സ് പിന്നെന്താ പറയുക നന്നായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ യുദ്ധമല്ലല്ലോ. അപ്പോൾ ലീഗ് സാധാരണക്കാരുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെല്ലാത്തൊരു ലീഗിലില്ലേ. ലീഗിൽ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുമായിട്ടും ബന്ധപ്പെടാറുണ്ട്. പിന്നെ ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈലുണ്ട്. ലീഗില്ലാത്ത എല്ലാവരും വൃത്തത്തിന് പുറത്തു നിന്നൊന്നുമില്ല. ലീഗ് നിൽക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കലായിട്ട് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു സൗഹൃദവും ലിങ്കും അത് ലീഗിൻ്റെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾ സംസ്ഥാന തലം മുതൽ ഇങ്ങോട്ടേ നോക്കിയാൽ കാണാം. അത് ഞാനും പരമാവധി പുലർത്താറ്. നേരത്തെ നവാസ് പറഞ്ഞു, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നവാസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. അടുത്ത ജില്ലാ പഞ്ചായത്തിൽ ഈ 5 വർഷത്തേക്ക് സ്വപ്നതുല്യമായി നടപ്പിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊജക്റ്റ് അല്ലെങ്കിൽ പദ്ധതികൾ ഐഡിയൽ ഉണ്ടോ? അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു? ഞങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ചില ഡിസ്കഷൻസ് UDFൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതിൽ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. ആ സമയത്ത് അതിനെപ്പറ്റി ചർച്ച ഉണ്ടായി. എഡ്യൂക്കേഷൻ, അതുപോലെ ആരോഗ്യം, പിന്നെ സാംസ്കാരിക മേഖല, പിന്നെ ഈ ചെറുപ്പക്കാർ തൊഴിൽ ഉണ്ടാക്കുന്ന ചില ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഇടപെടണമെന്ന് ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കാര്യമായിട്ടൊന്ന് എഡ്യൂക്കേഷനാണ്. അത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവല് ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണല്ലോ. ആ മേഖലയിൽ നല്ല ഒരു എഫേർട്ട് ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങളിപ്പോൾ കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള പിന്നെ ബിസിനസ് ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്, സന്നദ്ധ സംഘടനകൾ ധാരാളമുണ്ട്. പിന്നെ ഇതുപോലുള്ള ആളുകളൊക്കെ സഹകരണം ഞങ്ങൾ തേടുന്നുണ്ട്. എന്നിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടോടുകൂടി മാത്രമേ ഇതൊന്നും നടക്കില്ല. മറ്റുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി അങ്ങനെ നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഏതായാലും ഇവിടെ ഇല്ലാത്തൊരു സംഗതി, നമ്മളിപ്പോൾ ഒരു ചരിത്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഓളം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ ആവശ്യമായ പദ്ധതി എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. ആ പദ്ധതി വളരെ സിസ്റ്റമായി പെർഫെക്റ്റ് ആയി നടത്തിക്കൊണ്ട് പോകാൻ പദ്ധതിക്ക് വേണ്ട ഒരു പദ്ധതിയല്ല, അതില്ല ഒരു ശ്രദ്ധിക്കപ്പെടുന്ന, കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ലൊരു പദ്ധതി. അതായത് പിന്നെ കോഴിക്കോട് ജില്ലയിലെ പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതി. അത് ഞങ്ങളിപ്പോൾ 2-3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അവിടെ രക്ഷിതാക്കൾ, അങ്ങനെയുള്ളൊരു വലിയൊരു ഫീൽഡുണ്ട്. പിന്നെ ക്യാൻസർ രോഗികൾ കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റക്ഷൻ ഉൾപ്പെടെയുള്ള സംഗതിയുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. ഒരു 6 ഏക്കർ സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജും ജില്ലാ പഞ്ചായത്തുമായിട്ട് സംയുക്തമായിട്ട് ഇപ്പോൾ ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കാര്യത്തിലൊക്കെ അവരുടെ രക്ഷിതാക്കളുടെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ വന്നിട്ടില്ല. അതിലൊരു കാര്യമായിട്ട് വരാൻ പോകുന്നുണ്ട്. പിന്നെ സ്നേഹസ്പർശം പദ്ധതി അതൊന്ന് വിപുലീകരിക്കുകയും ചെയ്യും, ഒന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യും. നാദാപുരം ഡിവിഷനിലെ ഒരു മെമ്പർ കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. അപ്പോൾ നാദാപുരം ഡിവിഷനിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകൾ, നാദാപുരം ഡിവിഷനിൽ അതിൻ്റെ ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ നാദാപുരം ഡിവിഷനിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പല രംഗത്തുമുള്ള എക്സ്പേർട്സുമായിട്ട് ഒന്നിരിക്കും, ഇന്ന് ഡിസ്കഷൻ നടത്തും. അതിലിപ്പോൾ
നാദാപുരം ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രം ചിലവഴിക്കുക എന്ന് പറയുന്നതിന് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരായാലും ഇല്ല. ആരായാലും അത് നടക്കും. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ആദായത്തെ വാങ്ങിക്കൊണ്ട് ചെറിയ അതേ അവസരം ഒരു വികസന പ്രവർത്തനം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, പിന്നെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം കൂടിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസന പദ്ധതി ഉണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പഞ്ചായത്ത് ഇപ്പോൾ വാണിജ്യ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ഇതിൽ വരുന്ന എൻ്റെ ഡിവിഷൻ തന്നെ 8 പഞ്ചായത്തുകൾ വരും. ബാക്കിയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ ഞങ്ങൾ നടക്കും. ആ ലെവലിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും വികസനം എന്ന് പറയുന്നത് അത് ഒരു ജില്ലാ പഞ്ചായത്ത് പിന്നെ ഈ ഡിവിഷനിലെ മെമ്പർ എന്നുള്ളതൊക്കെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ താല്പര്യത്തിനുള്ളതായിരിക്കില്ല. ജയിച്ചു കഴിഞ്ഞു, ഇനി പൊതുവായിട്ടുള്ള നാടിൻ്റെ പൊതു കാര്യത്തിന് ഉണ്ടാകുന്ന വികസനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാദാപുരത്തിൻ്റെയും കോഴിക്കോട് ജില്ലയുടെയും വികസനത്തിന് ഒരു നല്ല മുതൽക്കൂട്ടായി മാറട്ടെ കെ നവാസിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ.